ഫ്രം ദ ഡെയിലി സ്പീക്കിംഗ് ട്രീ. എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതം കഷ്ടപ്പാടുകൾ കൊണ്ട് നിറഞ്ഞതായി തോന്നിയിട്ടുണ്ടോ? ഏറ്റവും ശക്തമായ മനസ്സുകളെ പോലും തളർത്തുന്ന ദുരിതങ്ങൾ. എന്നിട്ടും അതിൽ നിന്ന് പ്രത്യാശയുടെയും അതിജീവനത്തിൻ്റെയും ഒരു ദീപസ്തംഭം ഉയർന്നു വന്നാലോ? ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് അസാധാരണമായ ഒരു സ്ത്രീയുടെ ജീവിതമാണ്. സെയിൻറ്റ് റീത്ത ഓഫ് കാസിയ. റീത്തയുടെ ജീവിതം ദുരിതങ്ങളാൽ നിറഞ്ഞതായിരുന്നു. പ്രക്ഷുബ്ധമായൊരു വിവാഹബന്ധം, ഭർത്താവിൻ്റെ കൊലപാതകം, സ്വന്തം മക്കളുടെ മരണം, ഏതൊരാളെയും തളർത്തുന്ന വേദനകൾ. പക്ഷേ റീത്ത വിശ്വാസം കൈവിട്ടില്ല. ഏറ്റവും ഇരുണ്ട നിമിഷങ്ങളിലും അതിജീവനത്തിൻ്റെ ശക്തി അവൾക്ക് കൂട്ടായി. ഭർത്താവിനെ കൊന്നവരോട് പോലും റീത്ത പരസ്യമായി ക്ഷമിച്ചു. ശത്രുതയിലായിരുന്ന കുടുംബാംഗങ്ങളെ ഒന്നിപ്പിക്കാൻ അവൾ രാപ്പകൽ പ്രയത്നിച്ചു. ഇന്ന് ലോകം കലഹങ്ങൾ കൊണ്ട് നിറയുമ്പോൾ ക്ഷമയ്ക്ക് ഏറ്റവും ആഴത്തിലുള്ള മുറിവുകൾ പോലും സുഖപ്പെടുത്തുവാനും സമാധാനം കൊണ്ടുവരുവാനും കഴിയുമെന്ന് റീത്തയുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വേദനയിലും ദുരിതത്തിലും റീത്ത തൻ്റെ വിശ്വാസത്തിൽ അഭയം കണ്ടെത്തി. ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടുകളുമായി സ്വന്തം ദുരിതങ്ങളെ അവൾ ഏകീകരിച്ചു. അത്ഭുതകരമായ രീതിയിൽ അവളുടെ ശരീരത്തിൽ മുറിവുകൾ പ്രത്യക്ഷപ്പെട്ടു. ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളോടുള്ള അവളുടെ ആഴമായ ആത്മീയ ബന്ധത്തിൻ്റെ അടയാളം. റീത്തയുടെ ജീവിതം പ്രാർത്ഥനയുടെ ശക്തിക്ക് ഒരു സാക്ഷ്യമായിരുന്നു. രാത്രി മുഴുവൻ അവൾ പ്രാർത്ഥിച്ചു. ആന്തരികമായ ആശ്വാസങ്ങൾക്കായി അവൾ ദൈവത്തിൽ ആശ്രയിച്ചു. തിരക്കിട്ട ഈ ലോകത്ത് ഒരാഴത്തിലുള്ള ആത്മീയ ബന്ധം ശക്തിയുടെയും മാർഗനിർദ്ദേശത്തിൻ്റെയും ഉറവിടമായി വളർത്താൻ റീത്തയുടെ ജീവിതം നമ്മെ പ്രോത്സാഹിപ്പിക്കുകയാണ്. സാധ്യതയില്ലാത്ത കാര്യങ്ങളുടെ മധ്യസ്ഥ എന്നാണ് റീത്തയെ അറിയപ്പെടുന്നത്. അസാധ്യമെന്ന് തോന്നുന്ന വെല്ലുവിളികളെ പോലും അവൾ വിശ്വാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും അതിജീവിച്ചു. ഏറ്റവും നിരാശാജനകമായ സാഹചര്യങ്ങളിൽ പോലും സ്ഥിരോത്സാഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒരു വഴി മുന്നോട്ടുണ്ടാകുമെന്ന് റീത്ത നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ റീത്തയുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: വിശ്വാസത്തിനും ക്ഷമയ്ക്കും സ്നേഹത്തിനും ഏറ്റവും വലിയ വെല്ലുവിളികളെ പോലും അതിജീവിക്കാൻ കഴിയും. നമ്മുടെ സ്വന്തം ദുരിതങ്ങളെ ധൈര്യത്തോടെ നേരിടാനും കലഹങ്ങളിൽ സമാധാനം തേടുവാനും പ്രാർത്ഥനയിൽ ശക്തി കണ്ടെത്താനും റീത്തയുടെ ജീവിതം നമ്മെ വെല്ലുവിളിക്കുന്നു. ആധുനിക ജീവിതത്തിൻ്റെ സങ്കീർണതകളിൽ നാം സഞ്ചരിക്കുമ്പോൾ റീത്തയുടെ അചഞ്ചലമായ ആത്മാവ് പ്രത്യാശ കൈവിടാതെ മുന്നോട്ട് പോകുവാനും വിശ്വാസം സ്ഥിരോത്സാഹവും ഉണ്ടെങ്കിൽ ഒന്നും അസാധ്യമല്ലെന്ന് വിശ്വസിക്കാനും റീത്ത നമ്മെ പ്രോത്സാഹിപ്പിക്കുകയാണ്.